നല്ല എട്ടിൻ്റെ പണി കിട്ടിയൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ അത്. നല്ലോണം സ്റ്റോൺ വർക്ക് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലായിരുന്നു. സാരിയുടെ ബ്ലൗസ് ആയിരുന്നു കേട്ടോ. എന്നാൽ തന്നെ ഇത് ഒരു മുസ്ലിം കുട്ടിക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് കഴുത്തിറക്കൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ കഴുത്തിറക്കം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒറ്റ സ്റ്റോൺ കാണില്ലായിരുന്നു കേട്ടോ. ഒക്കെ ഞാൻ പറിച്ചോളന്നേനെ. കാരണം അതുപോലെയാണ് നമുക്ക് മെഷീനിൽ തീരെ പറ്റില്ല. എൻ്റെ 2 സൂചിയാണ് കേട്ടോ ഒടിഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം തുണിയായാലും നമുക്ക് പിടിച്ചാൽ കിട്ടണ ഒരു തുണിയായിരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു വർക്കിൽ. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് മാറി കേട്ടോ. കാരണം അടിപൊളിയായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. അതുതന്നെ നല്ല ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുന്ന സാധനം നമുക്ക് കസ്റ്റമർ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. കാരണം എൻ്റെ അമ്മ ഇതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ്. എൻ്റെ അമ്മയാണ് എന്നെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയുടെ കീഴിൽ നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴും അമ്മയോട് പറയണത് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയത് തന്നെ. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഒരു കസ്റ്റമർ ഇങ്ങനെ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ഫുൾ വീഡിയോ ഒന്നും ചെയ്യാനുള്ള ടൈമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഷോർട്സുകളായിട്ടാണ് കേട്ടോ ഇനി വീണ്ടും വരിക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.